നമ്മൾ മുട്ടുകുത്തിയ പിന്നെ അങ്ങോട്ട് മുഴുവൻ സമയം 1 മണിക്കൂർ പ്രാർത്ഥന. എത്ര നേരം? 1 മണിക്കൂറായിട്ട് പ്രാർത്ഥിക്കുക. എന്നാ പ്രാർത്ഥിച്ച്? കർണക്കൊന്ത ചൊല്ലി, ജോമാല ചൊല്ലി, പിന്നെ അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി, തിരുരക്ത കൊന്ത ചൊല്ലി, മറ്റേ തിരുഹൃദയ ജോമാലയിൽ എല്ലാം ചൊല്ലി നമ്മൾ മൂടും തൂത്ത് എഴുന്നേറ്റ് പോയി. എന്നിട്ട് കർത്താവ് എന്നാ പറഞ്ഞേ? അത് കേൾക്കാൻ ആർക്കാ സമയമുള്ളേ? ഞാൻ പറഞ്ഞൊക്കെ ദൈവം കേട്ടിട്ടുണ്ടോ? കർത്താവ് നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് ഇടയ്ക്ക് കർത്താവ് ഇങ്ങോട്ട് പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഇതൊന്നും നമുക്ക് കേൾക്കണ്ട. നമ്മൾ പറയാനുള്ളത് മുഴുവനും കേട്ട് കഴിയുമ്പോ നമ്മുടെ പ്രാർത്ഥന തീർന്നു. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അതല്ല പ്രിയപ്പെട്ടവരെ, ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അതല്ല. നീ ആരുടെയൊക്കെ കൂടെ വസിക്കുന്നുണ്ടോ അവരുടെ മനസ്സിന്റെ വേദനയും അവരുടെ ജീവിതത്തിന്റെ ഭാരവും അവരുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും അവര് പറയാതെ തന്നെ നിനക്കറിയാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു ഹൃദയത്തിന്റെ ഭാവമാണ് ഈ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണ. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആത്മാവിനോട് ചേർന്ന് ഇങ്ങനെ പ്രേരണകൾ തരും. മോളെ, അങ്ങോട്ട് പോകണ്ട, നീ പാപം ചെയ്യും, അങ്ങോട്ട് പോകണ്ട, ആ കൂട്ടുകെട്ട് നിനക്ക് ചേർന്നതല്ല, വിട്ടേര് പറയും. നീ അവിടെ പോയി ഇരിക്കരുത്, വീഴാനുള്ള സാധ്യത കൂടുതലാ. ആത്മാവ് പറയും, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ക്ഷമിക്ക്, നീ വിട്ടുകൊടുക്ക്, വേണ്ട, നീ അങ്ങോട്ട് ക്ഷമിക്ക്. ഈ ദൈവത്തിന് കൃത്യമായ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാത്തവർ എന്നാ ഇത് പറയോ? ദൈവം പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് പറയും, അയ്യോ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് എളിമപ്പെടാൻ പറ്റില്ല, എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവരല്ലേ കേസ് കൊടുത്തേ, അവരല്ലേ പറഞ്ഞ്, അവരല്ലേ ചെയ്തേ, അവരല്ലേ ഞാൻ ചിന്തിക്കാത്ത കാര്യം പറഞ്ഞ്, അവര് ക്ഷമിക്കട്ടെ, എന്നിട്ട് ഞാൻ ക്ഷമിക്കാം. ഇത് ആത്മാവിന്റെ സ്വരമൊന്നുമല്ല, ഇത് നമ്മുടെ വൈകാരികതയെ പുറത്തു വരുന്നത്. അതൊന്നും പരിശുദ്ധാത്മാവിന്റെ സ്വരമൊന്നുമല്ല. ആത്മാവ് എപ്പോഴും പറയും, നീ ക്ഷമിക്ക. പരിശുദ്ധാത്മാവ് എപ്പോഴും പറയും, ആത്മാവ് എന്ന് പറയുമ്പോ എപ്പോഴും പറയും, നീ ക്ഷമിക്ക, വേദനിപ്പിച്ചവരെ നീ വിട്ടുകൊടുക്ക്, നീ പോട്ടേന്ന് വെക്ക്, അതിൽ നിനക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും നീ വിട്ടേര്. അതല്ല ഈശോ ആത്മാവിൽ നിറഞ്ഞിട്ട് രക്തം ശരീരത്തിൽ നിന്നും ഇറ്റിറ്റ് വാർന്നിഴങ്ങുമ്പോൾ ഈശോ പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ, കുരിശിൽ കിടന്നിട്ട്, അപ്പാ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതിസഹനത്തിന്റെ നീറുന്ന ജീവിതത്തിന്റെ പ്രശ്നത്തിലാണെങ്കിലും, രക്തം വാർന്നൊഴുകുന്ന നിമിഷങ്ങളിലാണെങ്കിലും, രക്തം നിന്റെ ശരീരത്തിൽ നിന്നും ഇറ്റിറ്റ് വീഴുമ്പോഴാണെങ്കിലും, അവിടെയും നീ കേൾക്കുന്നത് ആത്മാവിന്റെ സ്വരമാണ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. അല്ല, വചനത്തിന് വിപരീതമായിട്ട് പരിശുദ്ധാത്മാവ് പറയില്ല. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത് വിപരീതമായിട്ട് പരിശുദ്ധാത്മാവിന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ല വിശുദ്ധ ഗ്രന്ഥത്തിന് വിപരീതം പരിശുദ്ധാത്മാവ് പോകില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ, നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും ബഹുമാനിക്കണമെന്നാണ് ആദിയിലെ ഉള്ള നിയമം, അതാണ് കർത്താവിന്റെ ഹിതം.